പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. നമുക്കറിയാം മറ്റന്നാൾ തിങ്കളാഴ്ച വിഭൂതിയാണ്. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ നോമ്പിൻ്റെ കാലഘട്ടവും നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള കർത്താവിൻ്റെ വലിയ കരുതലിൻ്റെ നാളുകളായിട്ട് തിരിച്ചറിഞ്ഞ് നാളെ പേതൃത്വം, അതായത് മീറ്റും പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഫിഷ് മീറ്റൊക്കെ നോമ്പെടുത്ത് അതിശക്തമായ വിധത്തിൽ തിങ്കളാഴ്ച നമുക്ക് വിഭൂതിയിലേക്ക് നമുക്ക് നോമ്പിലേക്ക് പ്രവേശിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇന്ന് അച്ഛൻ ജെല്ലിപ്പാറയിലാണ് കേട്ടോ. ജെല്ലിപ്പാറയിലെ അട്ടപ്പാടിയിലെ ജെല്ലിപ്പാറ എന്ന് പറഞ്ഞാൽ പാരീഷിലെ കുറച്ച് നാളുകൾ, ഒരു 6 മാസത്തോളമുള്ള ശുശ്രൂഷകൾ ഓരോ ആദ്യ ശനിയാഴ്ച ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്ത് വികാരച്ചനും ഇടവചനൊക്കെ വലിയ ഒരു ഭയങ്കര ആഗ്രഹത്തോടു കൂടി, ഞാനങ്ങനെ അധികം പാരീഷുകൾ കണ്ടിട്ടില്ല. അതായത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വികാരച്ചൻ്റെ നേതൃത്വത്തിൽ 9 മണിക്ക് ജപമാല പ്രദക്ഷിണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ജെല്ലിപ്പാറ ഇടവകയ്ക്ക് വേണ്ടി, അട്ടപ്പാടിയിലെ ആദ്യത്തെ ഇടവകയാണ് ജെല്ലിപ്പാറ, ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോന പ്രവചനം 2:7. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു, എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ. ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങളെ, നമുക്കങ്ങനെ തോന്നാറില്ല. നമ്മുടെ ജീവിതം ഒരു ഓജസ്സില്ല, ഒരു തേജസ്സില്ല, ആകെ ഒരു മരവിപ്പ്, ഒന്നിനും പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളി സ്നേഹിക്കാൻ പറ്റുന്നില്ല, മക്കളെ നോക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളങ്ങോട്ട് ആകെ ഇല്ലാതായി പോകുന്നൊരവസ്ഥ. അതിന് പറയുന്ന ഇതാണ്, എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ. ഈ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു പാട്ട് ഓർമ്മ വരുന്നത്, ഓ പാവനാത്മാവേ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതവും ഒരു മരവിപ്പും, ആരും കൂടെ ഇല്ലല്ലോ എന്നുള്ള ചിന്തയും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്നൊരു തോന്നലും ഒക്കെ ഉണ്ടാകും. പ്രിയ സഹോദരങ്ങളെ, ആരൊക്കെ നമ്മെ വിട്ടുപോയാലും നമ്മുടെ യേശു മാത്രമാണ് എന്നും എൻ്റെ കൂടെയുള്ളത്. യേശു ക്രിസ്തു മാത്രമാണ്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് വരുന്ന ദൈവാത്മാവ് എനിക്ക് നൽകുന്ന ബോധ്യം യേശു മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ കൂടെ എന്നുമുള്ളത്. ആ യേശു നമ്മുടെ കൂടെയുണ്ടോ, ആ മരവിപ്പിൻ്റെ മേഖലയൊക്കെ വിട്ടുപോകും. നിങ്ങൾക്ക് ഇന്ന് ഐ ഫീൽ സോ ലോൺലി, അങ്ങനൊരു ഒറ്റപ്പെട്ടാണെന്നുള്ളൊരവസ്ഥ. നിങ്ങൾ ദിവികാരണീശോയുടെ സന്നിധിയിൽ ചെല്ലണം, എന്നിങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ കൂടെ ആയിരിക്കണമേ, ഈശോയെ എൻ്റെ കൂടെ ആയിരിക്കണേ, ഈശോയെ എൻ്റെ കൂടെ ആയിരിക്കണേ. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. കർത്താവിനെ ഓർക്കണം. നമ്മുടെ മരവിപ്പിൻ്റെ, നമ്മുടെ ഒറ്റപ്പെടലിൻ്റെ ഒക്കെ നാളുകളിൽ കർത്താവിനെ ഓർക്കാനായിട്ടുള്ള ക്ഷണമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ചിന്തിക്കരുത്, അതായത് അവരെ എന്നെ വിളിക്കുന്നില്ല, ഇവരെന്നെ പറഞ്ഞാക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, കേൾക്കുന്നില്ല, അതൊന്നുമല്ല. ദൈവം ഒരു പ്രത്യേക രീതിയിൽ, പിന്നെ മനുഷ്യന്മാരൊക്കെ തിരക്കലല്ലേ. അപ്പോൾ നമുക്ക് നമ്മളും തിരക്കിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ വിളിച്ചാലും കിട്ടുന്നുണ്ടാവണമെന്നില്ല. പക്ഷേ എപ്പോഴും നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നിർബന്ധമായിട്ടുണ്ടാകണം. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.